ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 3 സിനിമകളുടെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ഫൈറ്ററിൻ്റെതാണ്. ഹൃതിക് റോഷനെ നായകനാക്കി സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത ദീപിക പദുക്കോൺ, അനിൽ കപൂർ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുകയാണ്. 3-ാം ദിവസം ഇന്ത്യയിൽ നാം പ്രതീക്ഷിച്ച കളക്ഷനിലേക്കാണ് സിനിമ എത്തപ്പെട്ടതെങ്കിൽ വിദേശ രാജ്യ കളക്ഷൻ ഉയർന്നിരിക്കുകയാണ് എന്നാണ് പ്രത്യേകം അറിയിക്കാനായിട്ടുള്ളത്. എന്നാൽ 25-30 കോടി റേഞ്ചിലാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ പ്രതീക്ഷിച്ചത്. 27 കോടി സിനിമ നെറ്റ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ആദ്യ ദിവസം 37 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് 2-ാം ദിവസം 60 കോടിക്ക് മുകളിലായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ എങ്കിൽ 3-ാം ദിവസമായ ഇന്നലെ 50 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആകെ 3 ദിവസങ്ങൾ കൊണ്ട് 150 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ഫൈറ്റർ എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിനേക്കാൾ കൂടുതൽ ഇന്ന് വേൾഡ് വൈഡ് കളക്ഷൻ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ ഞായറാഴ്ച കണക്കുകൾ കേട്ടാം. 2024 മോളിവുഡിലെ ആദ്യ വിജയ സിനിമയാണല്ലോ ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത അബ്രഹാം ഓസ്ലർ. സിനിമ കൃത്യം 17 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ, കേരള ഷെയർ കളക്ഷൻ തുടങ്ങിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഓസ്ലറിന്റെ 17 ദിവസത്തെ കേരള ഗ്രോസ് എന്ന് പറയുന്നത് 20 കോടി 30 ലക്ഷത്തോളം രൂപയാണ്. അതേസമയം ചിത്രത്തിന്റെ കേരള ഷെയർ എന്ന് പറയുന്നത് 9 കോടി രൂപയ്ക്ക് മുകളിലാണ്. 10 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം 9 കോടിക്ക് മുകളിൽ ഷെയർ വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും മികച്ചൊരു കളക്ഷൻ സിനിമ നേടിയെടുത്തു എന്ന് തന്നെ അർത്ഥം. 2024 ആദ്യ ഹിറ്റ് സിനിമ കൂടിയായ അബ്രഹാം ഓസ്ലറിന്റെ ഇന്നത്തെ ഞായറാഴ്ച കണക്കുകൾ കേട്ട് കാത്തിരിക്കൂ. ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ ആ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഞായറാഴ്ച ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലൈക്കോട്ടെ വാലിബന്റെ ഇനിഷ്യൽ ദിവസങ്ങളിലെ അവസാന ദിവസം കൂടിയാണ് ഇന്നേ ദിവസം. ഇന്നത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ്, അതോടൊപ്പം തന്നെ ബുക്കിംഗ് സ്റ്റാറ്റസ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ശനിയാഴ്ചയേക്കാൾ മികച്ചൊരു വർധന ഇന്നൊരു അവധി ദിവസം എന്ന നിലയിൽ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ മാളുകളിലെ ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിലാണ് കൂടുതൽ മികച്ച ഫാസ്റ്റ് ഫിലിം ഷോസ് എല്ലാം തന്നെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിലെല്ലാം തന്നെ ഉപരി ട്രാക്കിംഗ് കളക്ഷനിലും വർധന സംഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തെ ട്രാക്കിംഗ് ഡാറ്റ നോക്കുകയാണെങ്കിൽ താഴേക്ക് പോകുന്ന കളക്ഷൻ ആയിരുന്നു കാണാൻ കഴിഞ്ഞതെങ്കിൽ ഇന്ന് അവധി ദിവസം ഞായറാഴ്ച ഇന്നലത്തേക്കാൾ കൂടുതൽ ട്രാക്കിംഗ് കളക്ഷൻ വന്നിട്ടുണ്ട്. അടുത്ത 1-2 മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ന് ഞായറാഴ്ച ദിവസത്തെ സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ എസ്റ്റിമേറ്റ് കണക്കുകളുമായിട്ട് വരാം. മലൈക്കോട്ടെ വാലിബന്റെ കളക്ഷൻ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം തുടർന്ന് വീഡിയോസ് കാണുക എന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കുന്നു.